നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന്. നാടെങ്ങും യോഗാ ദിനാചരണ പരിപാടികൾ. യോഗാചരണ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിൽ. യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വിശ്വയോഗ ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസ പ്രകടനം. വിവിധ സാംസ്കാരിക സന്നദ്ധ സാമുദായിക സംഘടനകൾ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യാൻ ഗുരുദേവ ദർശനം കൊണ്ട് സാധ്യമാവുമെന്ന് MLA സുമേഷ് അച്യുതൻ. നവോത്ഥാന നായക ദർശനങ്ങളെ വ്യക്തി താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് ആപത്തെന്നും സുമേഷ് അച്യുതൻ. ഇന്നലെ എന്തായിരുന്നുവെന്നും നാളെ എങ്ങനെയാവണമെന്നുമുള്ള മാർഗദർശിയായിരുന്നു ഗുരുദേവനെന്നും ഇന്ന് സമൂഹം നേരിടുന്ന ലഹരി വിപത്തിനെ പ്രതിരോധിക്കണമെന്ന് ഗുരുവിന്റെ കാലത്ത് ആവർത്തിച്ച് വ്യക്തമാക്കിയതായും MLA. തൃശൂരിൽ ലൈംഗിക അനാശാസ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലി ക്രൂരമർദ്ദനം. ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായക്കാണ് ലൈംഗിക അനാശാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ ഇതര സംസ്ഥാനക്കാർ. മർദ്ദിച്ചത് ഒഡീഷ ആസാം സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 8-അംഗ സംഘം. ഇന്ത്യയിൽ 10 വർഷത്തിനിടയിൽ വികസനത്തിന്റെ പാത സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും NDA സർക്കാർ യുവാക്കളെ ചേർത്ത് പിടിക്കുകയാണെന്നും എല്ലാ യുവതീ-യുവാക്കൾക്കും ഇന്ത്യയിൽ തന്നെ ജോലി നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ. യുവ 2026 വാണിയംകുളത്ത്. പബ്ലിക് സർവീസ് കമ്മീഷനെ നിർജീവമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ വഴി തന്നെയാണ് കേരള സർക്കാരും പ്രവർത്തിക്കുകയെന്ന സൂചനയാണ് UDF സർക്കാർ അധികാരത്തിൽ കയറിയതും നൽകിയതെന്ന് K രാധാകൃഷ്ണൻ MP. സ്വകാര്യ സംരംഭകർക്ക് പരവതാനി വിരിക്കുന്നതും നഷ്ടത്തിന്റെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും K രാധാകൃഷ്ണൻ. KPSC എംപ്ലോയീസ് യൂണിയൻ 41ാമത് ജില്ലാ സമ്മേളനം പാലക്കാട്ട്. പൊതുപരിപാടികൾക്ക് പുസ്തകം തരാമെന്ന പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ FB പോസ്റ്റ് വൈറലാകുന്നു. പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട എന്നിവ ഒഴിവാക്കണമെന്നും പകരം പുസ്തകം തരാം എന്നുമായിരുന്നു FB പോസ്റ്റ്. പുസ്തകം തന്നാൽ വായിക്കാനും തുടർന്ന് വായനശാലകൾക്ക് കൈമാറാനാകുമെന്നും വാചകം ഏറെ ശ്രദ്ധേയം. വാർത്തകൾ വിശദമായി. യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വടക്കന്തറ വിശ്വയോഗ ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസ പ്രകടനം നടത്തി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലാണ് 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. യോഗ ദിനാചരണത്തിൽ വിവിധ യോഗ പരിശീലകരും യോഗ പ്രചാരകരും പങ്കെടുത്തു. വടക്കന്തറയിൽ നടന്ന യോഗാഭ്യാസ ദിനാചരണം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ശ്വാസോച്ഛ്വാസ ക്രമീകരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് വാർദ്ധക്യകാല അസുഖങ്ങളെയും അവശതകളെയും അകറ്റി നിർത്താമെന്നാണ് വിദഗ്ധാഭിപ്രായം. ഊർജം കൈനീക്കുന്നതിലൂടെ ആരോഗ്യമുള്ള ശരീരം, ശാന്തതയുമുള്ള മനസ്സ്, ഏകാഗ്രത, സജീവമായ ജീവിതശൈലി എന്നിവ സംരക്ഷിക്കാൻ കഴിയുന്നതോടെ വ്യക്തിജീവിതം സന്തുഷ്ടവും സമാധാനപരവുമാകും. ഭൂമി ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് മാറുന്ന കാലത്തുണ്ടാകുന്ന ആരോഗ്യ ശേഷിക്കുറവിനെയും രോഗാവസ്ഥകളെയും പ്രതിരോധിക്കാൻ യോഗാ പരിശീലനത്തിലൂടെ സാധിക്കും. വടക്കന്തറയിൽ നടന്ന യോഗാഭ്യാസം MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അമൃത ഹോമിയോ MD ഡോക്ടർ KP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സ്മിതേഷ് ആശംസകൾ അർപ്പിച്ചു. വിശ്വയോഗ ദിനാചരണ സമിതി പ്രസിഡന്റ് P പ്രഭാകരൻ, ജനറൽ സെക്രട്ടറി BK ഗോപാലകൃഷ്ണൻ, യോഗ ശിരോമണി K വിജയകുമാർ, വിവിധ യോഗ പരിശീലകരും പ്രചാരകരുമായ BK മീന ബഹൻ, ഗായത്രി ആചാര്യൻ, സുധാകരൻ ബാബു, സുനിൽ ശ്രീധരൻ, ഡോക്ടർ പത്മകുമാർ, അഡ്വക്കേറ്റ് VBR മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആർട്ട് ഓഫ് ലിവിംഗ് പാലക്കാട്. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ, പാലക്കാട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ്, യോഗ സീനിയർ സിറ്റിസൺസ് എന്നിവയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. പാലക്കാട് ആർട്ട് ഓഫ് ലിവിംഗ് ജ്ഞാനക്ഷേത്രത്തിൽ നടന്ന പരിപാടി പാലക്കാട് നഗരസഭാ ചെയർമാൻ P സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശരീരത്തിലുള്ള ഓർഗാൻസിനെ കൃത്യമായിട്ട് ചലിപ്പിക്കുന്നതിലൂടെ അത് നമ്മുടെ ചിന്താശേഷിയാവട്ടെ, കായിക അഭ്യാസമാവട്ടെ, ഏത് വിഷയമാവട്ടെ, നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിനെയും നമ്മുടെ ചിന്തകളെയും പോസിറ്റീവ് തലത്തിലേക്ക് ഉയർത്തിയാൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള സമൂഹവും ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവിതശൈലി രോഗങ്ങളുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ് ഓരോരുത്തരുടെയും ശരീരമെന്നും അത് മാറണമെങ്കിൽ യോഗ ശീലമാക്കേണ്ടതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്മിതേഷ് പറഞ്ഞു. ആർട്ട് ഓഫ് ലിവിംഗ് പാലക്കാട് പ്രസിഡന്റ് ശ്യാമളദാസ് അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് പാലക്കാട് സെക്രട്ടറി സുന്ദർ കുമാർ, NSS പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, NOL സ്റ്റേറ്റ് അംഗം അഡ്വക്കേറ്റ് ശാന്തകുമാരി, ഫോർട്ട് വർക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് PS മുഹമ്മദ് ഖാസിം, ജ്ഞാനക്ഷേത്ര പ്രസിഡന്റ് വിശ്വകുമാർ, സീനിയർ സിറ്റിസൺ ഫോറം പ്രതിനിധി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ ക്ലാസും ഉണ്ടായി.
തൃശൂരിൽ ലൈംഗിക അനാശാസ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലി ക്രൂരമർദ്ദനം. ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായിക് ആണ് കൊല്ലപ്പെട്ടത്. ലൈംഗിക അനാശാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരും ഇതര സംസ്ഥാനക്കാരാണ്. മർദ്ദിച്ചത് ഒഡീഷ, അസം സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 8-അംഗ സംഘം. ഇക്കഴിഞ്ഞ 18 രാത്രി 10 മണിക്ക് തൃശൂർ കോരപ്പത്തലയിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും ഇതര സംസ്ഥാനക്കാരായ 2 സുഹൃത്തുക്കളും ചേർന്ന് ലൈംഗിക ആവശ്യത്തിനായി ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൂവരും തൃശൂർ MG റോഡിലെ ഹോട്ടലിലെ ജീവനക്കാരാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തു. ഇതോടെ ലൈംഗിക ഇടപാട് കേന്ദ്രം നടത്തിപ്പുകാരായ 8-അംഗ സംഘം മൂവരെയും ക്രൂരമായി മർദ്ദിച്ചു. ഇടിവള ഉൾപ്പെടെ ഉപയോഗിച്ച് മൂവരെയും മർദ്ദിച്ചു. മർദ്ദനത്തിന് ശേഷം പ്രതികൾ മൂവരെയും കാറിൽ കയറ്റി കോട്ടപ്പുറത്തെ താമസ സ്ഥലത്ത് ഇറക്കി വിട്ടു. നാണക്കേടുമായി മൂവരും ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയില്ല. പിറ്റേ ദിവസമാണ് മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ധൻപത് നായിക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത്. സംഭവത്തിൽ ആസാം, ഒറീസ സ്വദേശികളായ 6 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 4 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് കസ്റ്റഡിയിലുള്ളത്. ഒരാൾ അസമിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 8-ാമത്തെ ആളെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യാൻ ഗുരുദേവ ദർശനം കൊണ്ട് സാധ്യമാവുമെന്ന് MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. നവോത്ഥാന നായക ദർശനങ്ങളെ വ്യക്തി താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് ആപത്താണെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. ഇന്നലെ എന്തായിരുന്നുവെന്നും നാളെ എങ്ങനെയാവണമെന്നുള്ള മാർഗദർശിയായിരുന്നു ഗുരുദേവനെന്നും ഇന്ന് സമൂഹം നേരിടുന്ന ലഹരി വിപത്തിനെ പ്രതിരോധിക്കണമെന്ന് ഗുരുവിന്റെ കാലത്ത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സുമേഷ് അച്യുതൻ കൂട്ടിച്ചേർത്തു. ഗുരുദേവ സേവാ മിഷന്റെ പ്രതിഭാ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അഹങ്കരിച്ച് നടക്കുമ്പോൾ പരാജയപ്പെട്ടവൻ നാഷണൽ ജിയോഗ്രഫിക് ചാനലിന്റെ ക്യാമറമാനായി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. അന്ന് എനിക്കല്ല, എൻ്റെ കുടുംബത്തിന് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത വലിയ തുക അവൻ മാസ ശമ്പളമായി മേടിച്ച് അവിടെ ജോലി ചെയ്യും. ഈ അഹങ്കാരം ഇങ്ങനെ വേർത്ത് ഒരു വലിയ ബലൂണായിട്ട് നിൽക്കണ്ടായിരുന്നു. സൂചി കൊണ്ട് കുത്തിയ പോലെ അഹങ്കാരം അപ്പത്ത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ പഠിക്കുക, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ലൈഫിൽ നമുക്ക് എവിടെയും അങ്ങോട്ട് ഉപരിക്കില്ല. നമ്മുടെ പാഷൻ എന്താണ്, ആ പാഷനെ കൃത്യമായി ഫോളോ ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്താൽ ലൈഫിൽ നമ്മൾ വിജയിക്കും എന്ന പാഠം ഞാൻ പഠിച്ചതാണ്. ഇന്നലെ എന്തായിരുന്നെന്നും നാളെ എങ്ങനെയാവണമെന്നുള്ള മാർഗദർശിയായിരുന്നു ഗുരുദേവൻ. ഇന്ന് സമൂഹം നേരിടുന്ന ലഹരി വിപത്തിനെ പ്രതിരോധിക്കണമെന്ന് ഗുരുവിൻ്റെ കാലത്ത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹം, വീട്, പരിസരം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഗുരുദർശനങ്ങൾ സമൂഹത്തിന് വഴികാട്ടിയാണ്. ഗുരുദർശനങ്ങളിൽ പാലിക്കുന്നതിലൂടെ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യാൻ കഴിയുമെന്നും MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. ഗുരുദേവ സേവാ സമിതി ചെയർമാൻ പ്രജീഷ് പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ഷീലാവതി ടീച്ചർ നൽകി. ഗ്ലോബൽ കരിയർ ഗൈഡൻസിനെ കുറിച്ച് വിദഗ്ധരായ അശ്വിൻ പ്രദീപ്, സരിത D മേനോൻ എന്നിവർ ക്ലാസ് എടുത്തു. നഗരസഭാ അംഗം മിനി കൃഷ്ണകുമാർ, എഴുത്തുകാരൻ സിബിൻ ഹരിദാസ്, ഗുരുദേവ സമിതി സെക്രട്ടറി ഡോക്ടർ P ശുദ്ധാധനൻ, മോഹൻദാസ് R എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ത്യയിൽ 10 വർഷത്തിനിടയിൽ വികസനത്തിന്റെ പാത സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പറഞ്ഞു. NDA സർക്കാർ യുവാക്കളെ ചേർത്ത് പിടിക്കുകയാണെന്നും എല്ലാ യുവക്കൾക്കും ഇന്ത്യയിൽ തന്നെ ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. വാണിയംകുളത്ത് സംഘടിപ്പിച്ച യുവ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടന് പിന്നിൽ വളരെ പുറകിലായിരുന്നു. ഇന്ന് നമ്മൾ 4ാമത് ബ്രിട്ടനെ പിന്തള്ളി ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് എന്താ കാര്യം. ഒരു കാലത്ത് നമ്മളെല്ലാം ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. നമ്മൾ ഗൾഫിലേക്ക്, മറ്റ് അമേരിക്ക, അതുപോലത്തെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം നമ്മൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതല്ല. ഇനി നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ തലമുറ വളർന്നു വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രാജ്യം വിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യം അത്രയേറെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4ാം സ്ഥാനത്താണെങ്കിൽ 2030 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം 3ാം സ്ഥാനത്തെത്തും. 2038 ആകുമ്പോൾ ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ 2ാമത്തെ അല്ലെങ്കിൽ 1ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന തരത്തിലുള്ള വലിയ വളർച്ചയാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവുന്നത്.
BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് ബുക്ക് ജേതാവ് IQ മാൻ ഓഫ് കേരള അജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, മേഖലാ ജനറൽ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി B. മനോജ് എന്നിവർ സംസാരിച്ചു. EP നന്ദകുമാർ സ്വാഗതവും ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷനെ നിർജീവമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ വഴിയെ തന്നെയാണ് കേരള സർക്കാരും പ്രവർത്തിക്കുകയെന്ന സൂചനയാണ് UDF സർക്കാർ അധികാരത്തിൽ കയറിയതും നൽകിയതെന്ന് K. രാധാകൃഷ്ണൻ MP. സ്വകാര്യ സംരംഭകർക്ക് പരവതാനി വിരിക്കുന്നതും നഷ്ടത്തിന്റെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും MP പറഞ്ഞു. KPSC എംപ്ലോയീസ് യൂണിയന്റെ 41ാമത് ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPSC എംപ്ലോയീസ് യൂണിയന്റെ 41ാമത് ജില്ലാ സമ്മേളനം MP K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനും ആ നടത്തിയ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും നേട്ടകോട്ടങ്ങളുണ്ടാകുമെന്ന് പരിശോധിക്കുകയും അതിൻ്റെ കോട്ടങ്ങൾ നമ്മൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹായമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സമ്മേളനം ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം വരെ നാം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സംഘടനയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ സംഘടനയിൽ അണിനിരന്ന ആളുകൾക്ക് ലഭിച്ചു. അതെല്ലാം നമ്മൾ നല്ലപോലെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയെ കൂടുതൽ കരുത്തുള്ള സംഘടനയായിട്ട് മാറ്റാൻ വേണ്ടി കഴിയണമെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ PSC എംപ്ലോയീസ് സമ്മേളനത്തിൽ പ്രത്യേകതയുണ്ടല്ലേ. നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ നീതി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് PSC. PSCയുടെ പ്രത്യേകത മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. അത് നമ്മുടെ യുവജനങ്ങളുടെ പ്രതീക്ഷയാണ്. PSC കേൾക്കുമ്പോഴേ പ്രതീക്ഷയാണ് ആളുകൾക്ക് അല്ലേ? ആണോ? ആഗോള ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ലോകത്താകെ സുരക്ഷിത തൊഴിൽ സങ്കല്പത്തിന് മാറ്റം വന്നു. രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖല ഉൾപ്പെടെ സ്വകാര്യ കുത്തകകൾക്ക് തുറന്നുകൊടുത്തതോടെ സർക്കാർ മേഖലയിൽ തൊഴിൽ സ്വപ്നം ഇല്ലാതാക്കി. ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ടായിട്ടും ബാങ്കിംഗ് മേഖലയിലും ഇന്ത്യൻ റെയിൽവേയിലും ഒഴിവുകൾ നികത്താത്തത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണ്. മാന്യമായ വേതനം, കൃത്യമായ വിശ്രമം, ക്ഷാമാശ്വാസം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന സ്വകാര്യവൽക്കരണം രാജ്യത്തിന് ആപത്താണ്. കേന്ദ്ര സർക്കാരിന്റെ ഇതേ വഴി തന്നെ സഞ്ചരിക്കുന്ന സൂചനയാണ് ആദ്യനാളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയപ്പോഴും നിയമനിരോധന തസ്തിക ഇല്ലാതാക്കലോ LDF സർക്കാർ നടപ്പാക്കിയില്ല. നഷ്ടത്തിന്റെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും സ്വകാര്യവൽക്കരിക്കാനുമുള്ള നീക്കം ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ്. ഉദ്യോഗസ്ഥാവകാശങ്ങൾ നൽകുന്നതിൽ സാവകാശം തേടിയ LDF സർക്കാരിനെതിരെ അവകാശ നിഷേധം എന്നാക്കി സമരം ചെയ്ത UDF അനുകൂലികൾ ബജറ്റിൽ എന്ത് കിട്ടിയെന്ന് വ്യക്തമാക്കണം. ഉദ്യോഗസ്ഥരും അടിസ്ഥാന വർഗത്തെയും അവഗണിച്ച ബജറ്റായിരുന്നു VD സതീശൻ്റെതെന്നും MP K. രാധാകൃഷ്ണൻ പറഞ്ഞു. KPSC എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സെബാസ്റ്റ്യൻ K., ജില്ലാ സെക്രട്ടറി മനേഷ് N. കൃഷ്ണ, അരുൺകുമാർ, നിതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SNDP യോഗത്തെയും ജനറൽ സെക്രട്ടറിയെയും താറടിക്കാനുള്ള ശ്രമം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ദൃശ്യമാധ്യമങ്ങളും SNDPയെ വേട്ടയാടുന്നത് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ വിശേഷാൽ പൊതുയോഗം കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അരവിന്ദാക്ഷൻ. SNDP യോഗം ഒറ്റപ്പാലം യൂണിയന്റെ വിശേഷാൽ പൊതുയോഗം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് കുളപ്പുള്ളിയിലെ സമുദ്ര റീജൻസി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചതോടെ യോഗ നടപടികൾ ആരംഭിച്ചു. SNDP യോഗം ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗത്തെയും ജനറൽ സെക്രട്ടറിയെയും താറടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ദൃശ്യമാധ്യമങ്ങളും ചേർന്ന് SNDPയെ വേട്ടയാടുന്നത് തിരിച്ചറിയണമെന്നും അരവിന്ദാക്ഷൻ സൂചിപ്പിച്ചു. SNDPയെ തകർക്കാനുള്ള ശ്രമം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. സംഘടന ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. ഇത് നമ്മളിൽ പലരും തന്നെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
ആ കാര്യങ്ങൾ പച്ചയായി തുറന്നു പറയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. ചില പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ ഒരു വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് നമ്മളിൽ ഉള്ള ശ്രീനാരായണീയരെ ഒരു മറ്റു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് സതീശൻ അധ്യക്ഷത വഹിച്ചു. CC ജയൻ, സുജീഷ്, അഡ്വക്കേറ്റ് അനിൽരാജ്, സുരേഷ്, മറ്റു കൗൺസിലർമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുപരിപാടിക്ക് പുസ്തകം തരാമെന്ന പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ FB പോസ്റ്റ് വൈറലാകുന്നു. പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട എന്നിവ ഒഴിവാക്കണമെന്നും പകരം പുസ്തകം തരാമെന്നായിരുന്നു MLAയുടെ പോസ്റ്റ്. പുസ്തകം തന്നാൽ വായിക്കാനും തുടർന്ന് വായനശാലകൾക്ക് കൈമാറാനാകുമെന്ന വാചകമാണ് ഏറെ ശ്രദ്ധേയമായത്. വായനാ ദിനത്തിലാണ് പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട തുടങ്ങിയവ നൽകുന്നത് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി പാലക്കാട് MLA രമേശ് പിഷാരടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഒരു മാസം MLA എന്ന നിലയിൽ 50ഓളം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ സംഘാടകരും മൊമന്റോ, പൊന്നാട, ബൊക്കെ എന്നിവയിലേതെങ്കിലും ഒന്നോ ഇവയെല്ലാം കൂടിയോ നൽകാറുണ്ട്. സ്നേഹോപകാരം നൽകാനായി 1000 രൂപയോളം ചെലവഴിക്കേണ്ടി വരും. ഇവ ഒഴിവാക്കി പുസ്തകം തന്നാൽ വായിക്കാം, വായനശാലകൾക്ക് നൽകാമെന്ന പിഷാരടിയുടെ പോസ്റ്റാണ് മണിക്കൂറുകൾക്കും സമൂഹം ഏറ്റെടുത്തത്. വായനാശീലമുണ്ടാക്കി വായിച്ചു വിളയാമെന്ന സന്ദേശം കൂടിയാണ് വായനാ ദിനത്തിൽ രമേശ് പിഷാരടി നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി പട്ടാമ്പി പാതയിലെ മഞ്ഞളുങ്ങൽ പാലം നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഓങ്ങല്ലൂർ പാലം നിർമ്മാണവും പട്ടാമ്പി ടൗൺ ഡ്രൈനേജ് പ്രവൃത്തിയും അതീവ ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി MLAക്ക് ഉറപ്പു നൽകി. ഓങ്ങല്ലൂരിലെ ചെറിയ പാലത്തിന്റെയും മഞ്ഞളുങ്ങൽ പാടത്തെ കലുങ്കിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത യാത്രാക്ലേശത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഹമ്മദ് മുഹസിൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വേഗത കുറവ് കാരണം പ്രദേശത്തുണ്ടായ രൂക്ഷമായ ഗതാഗതക്കുരുക്കും വെള്ളപ്പൊക്ക ഭീഷണിയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് MLA വിഷയം ചർച്ച ചെയ്ത്. പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ബദൽ യാത്രാ മാർഗമെന്ന നിലയിൽ ഒരുക്കിയ പാത അപ്രതീക്ഷിതമായി വന്ന കനത്ത മഴയെ തുടർന്ന് ഒഴുകിയെത്തിയ വെള്ളത്തെ തടഞ്ഞു നിർത്തിയത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുകയും താൽക്കാലിക പാത പൊളിച്ചുമാറ്റാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെട്ട MLAയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബദൽ പാത പൊളിച്ചുമാറ്റി വെള്ളം ഒഴുക്കിപ്പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയായിരുന്നു. അതേസമയം വെള്ളക്കെട്ട് ഒഴിവായെങ്കിലും പൊതുജനങ്ങളുടെ ദിനംപ്രതിയുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിൽ റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും ഒപ്പം വെള്ളപ്പൊക്കത്തിന് ഇടയാക്കാത്ത രീതിയിലുള്ള സുരക്ഷിതമായ ബദൽ യാത്രാ സംവിധാനം ഉറപ്പാക്കണമെന്നും MLA മന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു. കിഫ്ബി ഈ റോഡ് നിർമ്മാണം ഏറ്റെടുത്തപ്പോൾ ഈ ചെറിയ പാലം പുനർനിർമ്മിക്കുന്നത് അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ റോഡിൽ 17 കലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഇവിടെ പഴയ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ റോഡ് വികസിപ്പിക്കാനായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥരുടെ തീരുമാനം. എന്നാൽ റോഡ് പൂർണ്ണമായും പുതിയ രീതിയിൽ വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ ഈ ചെറിയ പാലം കൂടി പൊളിച്ച് വീതി കൂട്ടി മികച്ച രീതിയിൽ നിർമ്മിക്കണമെന്ന് MLA കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഉന്നതാധികാര യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. തുറന്ന 2 പാടങ്ങളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കലുങ്കിന്റെയും പാലത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എല്ലാ പിന്തുണയും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഉണ്ടായിട്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർമ്മാണ കമ്പനി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് MLA മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ തേടിയത്. ഓങ്ങല്ലൂർ പാലം നിർമ്മാണവും പട്ടാമ്പി ടൗൺ ഡ്രൈനേജ് പ്രവൃത്തിയും അതീവ ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MLAക്ക് ഉറപ്പു നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിന്റെ വികസനത്തിന് കൂടുതൽ പദ്ധതികളും തുകയും അനുവദിച്ചു തന്ന മന്ത്രി തുളസിയെ അഭിനന്ദിച്ച് മണ്ണൂരിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ രംഗത്ത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹുസൈൻ ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് വാർത്താസമ്മേളനം വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്. പടിപ്പുരക്കാട് കുണ്ടുകാവ് റോഡിന് 50 ലക്ഷം രൂപയും നഗരിപ്പുറം ബൈപ്പാസിന് 2 കോടിയും അനുവദിച്ചു. മന്ത്രിയെ കണ്ട് വാർഡ് മെമ്പർ എന്ന നിലയിൽ നിവേദനം നൽകിയിരുന്നു. അതുകൊണ്ടാണ് ബജറ്റിൽ തുക വകയിരുത്തിയത്. നഗരിപ്പുറത്ത് കുട്ടികളുടെ പാർക്കിന് 70 ലക്ഷം രൂപയും അനുവദിച്ചു. മണ്ണൂർ ആനക്കല്ല് കുടിവെള്ള പദ്ധതിയും മണ്ണൂരിലെ കളിക്കളത്തിനു വേണ്ടിയുള്ള നിവേദനവും നൽകിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ലഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി കഴിഞ്ഞതായും ഷഫീഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ 2 കോടി രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നഗരിപ്പുറം ബൈപ്പാസ് റോഡും 70 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട്
പാർക്കും ജിമ്മും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പടിപ്പരക്കാട് കുണ്ടുകാവ് തൊട്ട് വാർഡ് 1-2 റോഡിന് 50 ലക്ഷം രൂപ ഉയർത്തിക്കൊണ്ട് 3,30 ലക്ഷം രൂപയുടെ ഫണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ട മന്ത്രി അനുവദിച്ചു തന്നിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും അതിന്റെ കാര്യങ്ങൾ മണ്ണൂരിലെ ജനങ്ങൾക്കും മറ്റുമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ണൂർ കോൺഗ്രസിന്റെ പാർലമെന്ററി അംഗങ്ങളായിട്ടുള്ള ഞാനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നൂർജഹാനും പ്രിയപ്പെട്ട നസീമയും ഉൾപ്പെടെയുള്ള ഈ ഭാരവാഹികൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ യൂനിസ്, ഫഹദ്, ഫൈസൽ, ഹക്കീം, റിയാസ്, റഫീഖ്, ഫൈസൽ, ഒന്നാമയിൽ, പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി കോങ്ങാടിന്റെ MLA ആയിട്ടുള്ള, കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള, UDFന്റെ MLA ആയിട്ടുള്ള തുളസി ടീച്ചർ മുമ്പാകെ ഒരു നിവേദനം നമ്മൾ കൊടുക്കുകയും ആ നിവേദനങ്ങൾക്ക് വളരെയധികം അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി മണ്ണൂരിലെ ജനങ്ങൾക്ക് എല്ലാം വളരെയധികം സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പാർലമെന്ററി ലീഡർ ഹുസൈൻ ഷഫീഖ്, ജനപ്രതിനിധികളായ ക്ഷേമകാര്യ ചെയർപേഴ്സൺ നൂർജഹാൻ KM, പഞ്ചായത്ത് അംഗം നസീമ, റിയാസ്, കോൺഗ്രസ് നേതാക്കളായ ഫൈസൽ, റിയാസ് പത്തിരിപ്പാല, പ്രശാന്ത് പാട്ടത്തിൽ, MS ഹക്കീം, മുഹമ്മദ് ഫൈസൽ, റഫീഖ്, യൂനുസ്, ഫഹദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാൽപന്തുകളുടെ ആവേശത്തിനിടയിലും കാരുണ്യത്തിന്റെ വേറിട്ട മാതൃകയായിരിക്കുകയാണ് വേങ്ങശ്ശേരിയിലെ ഒരു പറ്റം ഫുട്ബോൾ പ്രേമികൾ. വേങ്ങശ്ശേരി EMS വായനശാലയുടെയും ന്യൂ സ്റ്റാർ ആർട്സ് ക്ലബ്ബും സുമനസ്സുകളും കൈകോർത്തതോടെ രണ്ടംഗ കുടുംബത്തിന് കിടക്കാൻ ഇടമായി. വേങ്ങശ്ശേരി EMS വായനശാലയും ന്യൂ സ്റ്റാർ ആർട്സ് ക്ലബ്ബും സുമനസ്സുകളും കൈകോർത്തതോടെയാണ് രണ്ടംഗ കുടുംബത്തിന് കിടക്കാനിടയമായത്. വേങ്ങശ്ശേരി പടിക്കപ്പാടത്ത് പടി സതീഷിനും സത്യഗോപാലിനുമാണ് അന്തിയുറങ്ങാൻ ക്ലബ്ബിലെ ഫുട്ബോൾ പ്രേമികളുടെ ശ്രമദാനത്തിൽ കിടപ്പാടമൊരുങ്ങിയത്. കഴിഞ്ഞ മഴയിലും കാറ്റിലും മേൽക്കൂരയും മണ്ണിട്ട ചുമരും തകർന്നതോടെ അന്തിയുറങ്ങാനാവാതെ ഭീതിയോടെയാണ് കുടുംബം കഴിഞ്ഞുകൂടിയിരുന്നത്. അച്ഛനും അമ്മയും മരണപ്പെട്ടതോടെ അരനൂറ്റാണ്ട് പഴക്കമുള്ള മൺചുവരിൽ നിർമ്മിച്ച ഒറ്റമുറിയിലായിരുന്നു ഇരുവരുടെയും താമസം. ഭൂമിയുടെ രേഖകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ സർക്കാരിൻ്റെ നിന്നുള്ള വീട് പോലും ഇവർക്ക് അപേക്ഷിക്കാനാവില്ല. ഇവരുടെ ദുരിതം കണ്ടറിഞ്ഞതോടെ EMS സ്മാരക വായനശാലയും ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചേർന്ന് 1 ലക്ഷം രൂപ ചെലവിൽ വീട് നവീകരിച്ച് നൽകുകയായിരുന്നു. ആരാധകരുടെ ഫുട്ബോൾ ഫ്ലക്സുകൾ വയ്ക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് ക്ലബ്ബ് ആ തുക നിർധന കുടുംബത്തിന്റെ വീടിനായി ചെലവഴിച്ച് മാതൃകയായത്. തകർന്ന മേൽക്കൂര മാറ്റി ഇരുമ്പ് കഴിക്കോൽ സ്ഥാപിച്ചാണ് വീട് പുനർനിർമ്മിച്ചു നൽകിയത്. ഭൂമിയുടെ രേഖകൾ ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും വാർഡംഗം CP സുരേഷ് കുമാറും അകവണ്ട ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി M സുബ്രഹ്മണ്യനും അറിയിച്ചു. ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് EMS സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു കാരുണ്യ സ്പർശം ഒരുക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലബിൻ്റെ പ്രതീതി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സതീഷിൻ്റെ വീട് പുനർനിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇതിലേക്ക് കാരുണ്യ സ്പർശത്തിലേക്ക് ഞങ്ങളെ സഹായിച്ച ഇന്നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ക്ലബിൻ്റെയും വായനശാലയുടെയും പേരിൽ, അതിലുപരി 8ാം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ വീട്ടിൽ താമസിച്ചു വരുന്ന ക്ലബ് അംഗവും വായനശാല അംഗവും കൂടിയായിട്ടുള്ള സതീഷിൻ്റെ വീട് ഇങ്ങനെ ഓടെല്ലാം ഇറക്കി വെച്ച് ടാർപ്പായ മാത്രം മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഒരു അമർന്ന മഴ പെയ്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ചുമരെല്ലാം നിലം പൊത്തുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പുനർനിർമ്മിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ്, കാരുണ്യ പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത്. ഈ തുടക്കം കുറിച്ച അന്ന് മുതൽ തന്നെ ക്ലബ്ബ് മെമ്പർമാരുടെയും പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളുടെയും, അതിനുള്ള ഒരു പ്രത്യേകത, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഏറ്റവും മാതൃകാപരമായുള്ള ഒരു സഹായമാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വാർഡംഗം സുരേഷ് കുമാർ, ട്രസ്റ്റ് രക്ഷാധികാരികളായ M സുബ്രഹ്മണ്യൻ, വായനശാല പ്രസിഡന്റ് P രവീന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി ജിത്തു, ട്രഷറർ ഭാസ്കരൻ, സുധീഷ്, അപ്പൂസ്, ലൈബ്രറി അംഗം A സീന, P രാഗേഷ്, P വിപിൻ, P അഭിലാഷ്, അമൽ, അനൂപ്, രാജേഷ്, പ്രദീപ്, സുനിൽ, കണ്ണൻ എന്നിവരും നേതൃത്വം നൽകി. എല്ലാവരും കൂടി അവനൊരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് നിലം പതിക്കാറായ വീടായിരുന്നു. മഴ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാൽ പോലും അവൻ വരില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ഇത് ചെയ്തു കൊടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്ര NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും അനുമോദനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ പരുത്തിപ്പുറ NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും
SSLC +2 പാസ്സായ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും അനുമോദന സദസ്സും NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പല കാര്യങ്ങളും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും, പലതും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പാരമ്പര്യം, നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഞാൻ മുമ്പ് ഇപ്പോൾ പറഞ്ഞാൽ ക്ഷമിക്കുക, തറവാട്. നമ്മുടെ പാരമ്പര്യം തറവാട്ട് പാരമ്പര്യം അല്ലേ? തറവാട് എന്ന് നായരല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ എന്ത് ഒരു കുട്ടി വഴിയിൽ നടക്കുമ്പോൾ ആ കുട്ടി തെറ്റ് ചെയ്താലും ശരി ചെയ്താലും കാണുന്നവൻ ചോദിക്കുന്നത് ആ കുട്ടി ഏത് തറവാട്ടിലേതാണ്. അപ്പോൾ ആ തറവാട്ട് പാരമ്പര്യം അത് നമ്മൾ സംരക്ഷിക്കണം. അതിന് നമ്മളൊക്കെ ഉത്തരവാദികളാണ്. അല്ലാതെ കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റുള്ള കമ്മിറ്റിക്കാരല്ല, മാത്രമല്ല വനിതാ സഭക്കാർ മാത്രമല്ല. കരയോഗത്തിൽ 18 വയസ്സും സ്വസ്ഥ ബുദ്ധി, 18 വയസ്സ് സ്വസ്ഥ ബുദ്ധി, അതാണ് ഇതിൻ്റെ മാനദണ്ഡം. മനസ്സിലായില്ലേ? തകരാറില്ലാത്ത ആൾക്കാരെ എല്ലാവരും കരയോഗത്തിൽ അംഗത്വം. കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ P. നാരായണൻ നായർ, കരയോഗം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി VR. ഷിബിൻ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും കുട്ടികൾക്ക് സ്നേഹോപഹാരങ്ങൾ നൽകുകയും അനുമോദിക്കുകയും ചെയ്തു. യോഗത്തിൽ ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P. ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വനിതാ സമാജം ഭരണസമിതി അംഗങ്ങൾ വിജയികളായ കുട്ടികൾക്ക് മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു. ശ്രീജ കടവത്ത്, ജനാർദ്ദനൻ മങ്ങാട്ട്, മോഹനൻ, വനിതാ സമാജം സെക്രട്ടറി തങ്കം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കോട്ടായി കീഴത്തൂർ ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മഹല്ല് അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും ഇന്ത്യൻ കരസേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മഹല്ല് മെമ്പറുടെ മകൻ അസ്ലമിന് സ്വീകരണവും നൽകി. ചടങ്ങ് മഹല്ലു ഖത്തീബ് ഫസ്ലു റഹ്മാൻ ഹുദൈവി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് ഒരു മഹലിൽ ജീവിക്കുമ്പോൾ ആ മഹലിലെ ഭാരവാഹികളും ആ ഭാരവാഹികൾക്ക് സർവ പിന്തുണയും അർപ്പിക്കേണ്ട മഹല്ലി നിവാസികളും നിറവേറ്റേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും തൻ്റെ സരളമായ ശൈലിയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് മറ്റു മഹല്ലുകൾക്കൊരു റോൾ മോഡലായ മഹല്ലിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് CEO, അതുപോലെ തന്നെ സമസ്ത ലീഗൽ സെല്ലിൻ്റെ കൺവീനർ അഡ്വക്കേറ്റ് ബഷീർ സാഹിബ് നിങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടാതെ ഈ പരിപാടി സാക്ഷ്യം വഹിക്കുന്നത് നിയുക്തരായ 17ഓളം മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളും മെമ്പർമാരുമായ ആളുകളുടെ സത്യപ്രതിജ്ഞയ്ക്കും ഒരു മഹല്ല് ഭാരവാഹികളുടെ മുഖ്യ ഉത്തരവാദിത്തമായ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഭരണകർത്താക്കളാണ്. അപ്പോൾ അവർ സ്ഥാനമേൽക്കുന്ന ആദ്യ ദിനത്തിൽ തന്നെ നമ്മുടെ SSLCയിൽ ഫുൾ A+ നേടിയ മക്കളെ ആദരിക്കാനും. സംസ്ഥാന വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോട്ടായി കീഴത്തൂർ ഹിദായത്തുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടി മഹല്ല് അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും ഇന്ത്യൻ കരസേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മഹല്ല് മെമ്പറുടെ മകൻ അസ്ലിന് സ്വീകരണവും നൽകി. കീഴത്തൂർ മമ്പ ഉൽ-അലും മദ്രസ അങ്കണത്തിൽ നടന്ന ചടങ്ങ് മഹല്ലു ഖത്തീബ് ഫസ്ലു റഹ്മാൻ ഹുദവി ഉദ്ഘാടനം ചെയ്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മഹല്ല് പ്രസിഡന്റ് KKM യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ CEOയും സമസ്ത ലീഗൽ സെൽ കൺവീനറുമായ അഡ്വക്കേറ്റ് ബഷീർ കല്ലേപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത റേഞ്ച് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഫൈസി, മുൻ ഖത്തീബ് കബീർ മുസ്ലിയാർ, ITL ഗ്രൂപ്പ് പ്രതിനിധി ജബ്ബാർ മങ്കര, പിലാപ്പള്ളി കോരംകുളം മഹല്ല് പ്രസിഡന്റ് KA മക്കി തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ബഷീർ കല്ലേപ്പടം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. മഹലിലെ മുതിർന്നവരും മുൻ ഭാരവാഹിയുമായ ഹാജി KM അബ്ദുൽ കരീം മാസ്റ്റർ, അബ്ദുൽ മുസ്ലിയാർ, KM അത്തൻകുട്ടി, KA അലി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മഹല്ല് സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതവും ട്രഷറർ KM അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ഷൊർണൂർ നഗരസഭ CDSന്റെ നേതൃത്വത്തിൽ നിറപ്പൊലിമ ഓണക്കനിക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. വ്യാവസായികാടിസ്ഥാനത്തിൽ ഈ കൃഷി ചെണ്ടുമല്ലി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വിപണി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പുറം നാടുകളിൽ നിന്നാണ് ഓണമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളും മറ്റും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് മറ്റു നാട്ടിലെ കർഷകരാണ്. അതിൽ നിന്നും ഭിന്നമായി നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലും ഇതിന്റെ ആനുകൂല്യം നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണയം വെസ്റ്റ് പ്രദേശത്തെ EDSിലെ മഞ്ജു ഫാം JLGയുടെ കൃഷിയിടത്തിലാണ് നിറപൊലിമ ഓണക്കരിക്ക് തുടക്കമായത്. CDS ചെയർപേഴ്സൺ P ജിഷ അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ K സുനിത ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CK സൗമ്യ, VC സിന്ധു, വാർഡ് കൌൺസിലർ KT ബഷീർ, P പുഷ്പലത എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ മിഷൻ സ്റ്റാഫുകൾ, CDS ഭരണസമിതി അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1-ാം വാർഡ് CDS ഭരണസമിതി അംഗം ഫാത്തിമത്ത് ഫർസാന നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആരോഗ്യരംഗത്ത് 102 വർഷത്തെ പാരമ്പര്യമുള്ള മാധവം ആയുർവേദ ആശുപത്രിയുടെയും SBI ഷൊർണൂർ ബ്രാഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ സൗജന്യ പരിശോധനയ്ക്കൊപ്പം സൗജന്യ മരുന്ന് വിതരണവും നടന്നു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണ PS-ന്റെ നേതൃത്വത്തിൽ സീനിയർ ഫിസിഷ്യന്മാരായ ഡോക്ടർ മധു രാംദാസ്, ഡോക്ടർ ആഷിഫ് ആമീൻ എന്നിവരോടൊപ്പം ഡോക്ടർ ദീപ്തി സുധീർ, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരടങ്ങുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തി. സൗജന്യ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ മധു രാംദാസ് അവബോധ ക്ലാസ് എടുത്തു. SBI ജീവനക്കാർക്കായി മാധവം ആയുർവേദയുടെ വിവരങ്ങളും ഓഫറുകളും ഡോക്ടർ ആസിഫ് അമീൻ വിശദീകരിച്ചു. SBI ഷൊർണൂർ ചീഫ് മാനേജർ രാജകൃഷ്ണൻ, മാധവം ആയുർവേദയുടെ ഡയറക്ടറായ ശാന്തി ശങ്കർ, അഡ്വക്കേറ്റ് സജ്മൽ എന്നിവർ ആശംസകൾ നേർന്നു. ക്യാമ്പിന് ഡോക്ടർ ദീപ്തി സുധീർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന്. നാടെങ്ങും യോഗാ ദിനാചരണ പരിപാടികൾ. യോഗാചരണ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിൽ. യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വിശ്വയോഗ ദിനാചരണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗാഭ്യാസ പ്രകടനം. വിവിധ സാംസ്കാരിക സന്നദ്ധ സാമുദായിക സംഘടനകൾ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യാൻ ഗുരുദേവ ദർശനം കൊണ്ട് സാധ്യമാവുമെന്ന് MLA സുമേഷ് അച്യുതൻ. നവോത്ഥാന നായക ദർശനങ്ങളെ വ്യക്തി താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് ആപത്തെന്നും സുമേഷ് അച്യുതൻ. ഇന്നലെ എന്തായിരുന്നുവെന്നും നാളെ എങ്ങനെയാവണമെന്നുമുള്ള മാർഗദർശിയായിരുന്നു ഗുരുദേവനെന്നും ഇന്ന് സമൂഹം നേരിടുന്ന ലഹരി വിപത്തിനെ പ്രതിരോധിക്കണമെന്ന് ഗുരുവിന്റെ കാലത്ത് ആവർത്തിച്ച് വ്യക്തമാക്കിയതായും MLA. തൃശൂരിൽ ലൈംഗിക അനാശാസ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലി ക്രൂരമർദ്ദനം. ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായക്കാണ് ലൈംഗിക അനാശാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ ഇതര സംസ്ഥാനക്കാർ. മർദ്ദിച്ചത് ഒഡീഷ, ആസാം സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 8-അംഗ സംഘം. ഇന്ത്യയിൽ 10 വർഷത്തിനിടയിൽ വികസനത്തിന്റെ പാത സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും NDA സർക്കാർ യുവാക്കളെ ചേർത്ത് പിടിക്കുകയാണെന്നും എല്ലാ യുവക്കൾക്കും ഇന്ത്യയിൽ തന്നെ ജോലി നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ. യുവ 2026 വാണിയംകുളത്ത്. പബ്ലിക് സർവീസ് കമ്മീഷനെ നിർജീവമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ വഴി തന്നെയാണ് കേരള സർക്കാരും പ്രവർത്തിക്കുകയെന്ന സൂചനയാണ് UDF സർക്കാർ അധികാരത്തിൽ കയറിയതും നൽകിയതെന്ന് K രാധാകൃഷ്ണൻ MP. സ്വകാര്യ സംരംഭകർക്ക് പരവതാനി വിരിക്കുന്നതും നഷ്ടത്തിന്റെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും K രാധാകൃഷ്ണൻ. KPSC എംപ്ലോയീസ് യൂണിയൻ 41ാമത് ജില്ലാ സമ്മേളനം പാലക്കാട്ട്. പൊതുപരിപാടികൾക്ക് പുസ്തകം തരാമെന്ന പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ FB പോസ്റ്റ് വൈറലാകുന്നു. പൊതുപരിപാടികളിൽ ബൊക്കെ, മൊമന്റോ, പൊന്നാട എന്നിവ ഒഴിവാക്കണമെന്നും പകരം പുസ്തകം തരാം എന്നുമായിരുന്നു FB പോസ്റ്റ്. പുസ്തകം തന്നാൽ വായിക്കാനും തുടർന്ന് വായനശാലകൾക്ക് കൈമാറാനാകുമെന്നും വാചകം ഏറെ ശ്രദ്ധേയം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.